സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ് വന്നിട്ട് ഫസ്റ്റ് വീഡിയോ ആണ്. സോ നമ്മൾ സ്റ്റഡി ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. പ്ലസ് എൻ്റെ സ്റ്റഡി റുട്ടീനാണ് വീഡിയോ ഉള്ളത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോക്കകത്തായിട്ട് വന്നിട്ടുള്ളത്. സോ ഇപ്പോൾ എല്ലാവർക്കും എക്സാംസ് ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും എക്സാം മൂഡിലൊക്കെയാണ് നിൽക്കുന്നത് അറിയാം. സോ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഉണ്ടാകും. അപ്പം ആ ദിവസങ്ങളിൽ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാം, എന്തൊക്കെ ടിപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ എങ്ങനെ ഒരു സ്മാർട്ടായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ടോപ്പറെ പോലെ ലാസ്റ്റ് നിമിഷം പറ്റിയില്ലെങ്കിൽ കൂടി ട്രൈ ദ ബെസ്റ്റ്, അങ്ങനെയാണ് പറയേണ്ടത്. വിന്നേഴ്സ് ഡോണ്ട് വെയിറ്റ് ഫോർ എ പെർഫെക്റ്റ് മൊമെൻറ്റ്, ദേ ക്രിയേറ്റ് ഇറ്റ്. അതുപോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ലേ? സോ ഗൈസ്, നമുക്ക് നേരെ വയ്ക്കണ്ടേ വീട്ടിലോട്ട് എടുക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഐ വോക്ക് അപ്പ് അറ്റ് ദ മോർണിംഗ് ആൻഡ് കേർട്ടനൊക്കെ സൈഡിലേക്കാക്കി നമ്മുടെ ജനലുകളൊക്കെ തുറക്കുകയാണ്. അങ്ങനെ നമ്മുടെ പഠിത്തം തുടങ്ങുകയാണ്. സോ നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കാൻ വേണ്ടി നമ്മുടെ എക്സാമിൽ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ആൻസർ പേപ്പറും ക്വസ്റ്റ്യൻ പേപ്പറാണല്ലോ തരിക. അതിൽ നമുക്ക് അറിയുന്നത് അതായത് ഒരു കുറേ സെക്ഷനായിട്ടുണ്ടാവുക. 2 മാർക്കിന് ഇത്ര, 3 മാർക്ക്, അങ്ങനെ 4 മാർക്ക്, അങ്ങനെ 8 മാർക്ക്, അങ്ങനെ ആയിരിക്കുമല്ലോ ഉണ്ടാകുക. സോ അത് നിങ്ങൾക്ക് ഏത് സെക്ഷനിലാണോ കൂടുതൽ എളുപ്പമുള്ളത്, സോ അത് നിങ്ങൾ ഫസ്റ്റ് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തത് 8 മാർക്കിന് എഴുതി, പിന്നെ 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് എഴുതി, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. 8 മാർക്കിൻ്റെ എഴുതാണ് 8 മാർക്കിന് തന്നെ എഴുതുക. അങ്ങനെ ഒരു നീറ്റായിട്ട് തന്നെ എഴുതണം. പിന്നെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ചിലവർക്ക് ടൈം കിട്ടിയില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഫാസ്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ കലബില എന്നൊന്നും എഴുതരുത്. അപ്പോൾ ഞാൻ ഇവിടെ 2 പിക്സ് കൊടുക്കുക. കുറച്ച് നല്ല ഭംഗി ഹാൻഡ് റൈറ്റിംഗ് കേഴ്സീവിലായിട്ട് എഴുതിയതും കുറച്ച് ഭയങ്കര നമ്മളെവിടാന്ന് കുറച്ച് എഴുതിയ ഒരു ഹാൻഡ് റൈറ്റിംഗ്. അപ്പം കാണുമ്പോൾ ഭംഗി നല്ല നീറ്റായിട്ട് എഴുതിയേക്കും. ചിലപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കണ്ടൻറ് ഇല്ലെങ്കിൽ കൂടിയും കാണാൻ ഭംഗി അതേക്കും. പക്ഷേ ഈ ബളബളാന്ന് എഴുതിയിലേക്കും കുറച്ച് കൂടുതൽ കണ്ടൻറ് ഉണ്ടാവുക. അപ്പം നല്ല നീറ്റായിട്ടും ഫാസ്റ്റായിട്ടും എഴുതാൻ പഠിക്കുക. അതാണ് നമ്പർ 2 ആയിട്ടുള്ള. നമ്പർ 1 ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റായിട്ട് എല്ലാം സെറ്റായിട്ട് എഴുതുക. നമ്പർ 2 ആണ് അത് നീറ്റായിട്ട് എഴുതേണ്ടത്. അടുത്തത്, അതായത് എൻ്റെ കാര്യത്തിലാട്ടോ ഞാൻ പറഞ്ഞത്, മൈ പേഴ്സണൽ ഒപ്പീനിയൻ. എൻ്റെ കാര്യത്തിൽ സൂര്യൻ ഉദിക്കുന്നത് എക്സാമിൻ്റെ തലേ ദിവസമാണ് ഗൈസ്. അതായത് നമ്മളിപ്പോൾ എക്സാം വന്നു, അടുത്ത മാസം ഇത്രേനാണ് എക്സാം തുടങ്ങുന്നത് എന്ന് നമ്മൾ ഡേറ്റ് അറിഞ്ഞാലും പോലും ഞാൻ അന്നിരുന്ന് പഠിക്കില്ല ഗൈസ്. യെസ് ഗൈസ്, ഞാൻ അന്ന് എക്സാമിൻ്റെ തലേന്ന് കുത്തിയിരുന്ന് പഠിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബും ആ ഒരു ഉറക്കം ഒഴിഞ്ഞിട്ട് പഠിക്കുന്ന ഒരു വൈബും ഒക്കെ ഒരു വേറെ തന്നെയാണ്. എന്നിട്ട് ഉറക്കം വരുമ്പോൾ പോയി മുഖം കഴുകുക, ഒരു കട്ടൻ ചായയൊക്കെ കുടിക്കുക. ദാറ്റ്സ് എ ഗ്രേറ്റ് വൈബ് ദാറ്റ് ഐ ഫീൽ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ, നിങ്ങളപ്പം ഏത് പേഴ്സണാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആദ്യമേ പഠിച്ചു തുടങ്ങിയോ എങ്ങനെയാണോ നിങ്ങൾ പഠിക്കുന്നത് നല്ല പ്രൊഡക്റ്റീവായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമ്പർ 4 എന്ന് പറയുന്നത് രണ്ടാമത്തായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ്. അത് നമ്മുടെ ടൈം. നമ്മൾ ആൻസറൊക്കെ ചെയ്യുന്ന സമയത്ത് ടൈം മാനേജ് ചെയ്യാണ്ട്, അതായത് 4 മാർക്കിൻ്റെ ഒക്കെ ചോദ്യത്തിന് നമ്മളൊരു എസ്സേ പോലെ എഴുതുന്നത്, അതൊക്കെ നമുക്ക് ടൈം വേസ്റ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ടൈം മാനേജ് ചെയ്തിട്ട് ആൻസേഴ്സൊക്കെ എഴുതുക. നമ്പർ 5, യൂസ് ഫ്ലാഷ് കാർഡ്സ്. ഫ്ലാഷ് കാർഡ്സ് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ചെറിയൊരു വൈറ്റ് കളർ ചാർട്ട് പോലത്തെ ഒരു പേപ്പറിൽ അത്യാവശ്യം നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങാൻ പറ്റിയൊരു പേപ്പർ നമ്മളിങ്ങനെ മുറിച്ച് കുറേ പീസാക്കും. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ട് മുമ്പിൽ ക്വസ്റ്റ്യൻ എഴുതും, ബാക്കിൽ നമ്മൾ ആൻസർ ആയിട്ട് എഴുതും. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വായിക്കാനൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുമല്ലോ. അതിനാണ് നമ്മൾ ഫ്ലാഷ് കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാഷ് കാർഡ്സ് ഇസ് ഗുഡ്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അടുത്തതുള്ളതാണ് റിവൈസിങ്. നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം പിന്നെ അത് തൊടേയില്ല. പഠിച്ചു കഴിഞ്ഞെന്നാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ അത് തെറ്റി. കാരണം നമ്മളൊരു ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ കുറച്ച് നേരം എടുക്കും. അപ്പോൾ ആ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം പിന്നെ അടുത്ത ടോപ്പിക്ക് പഠിക്കാം. എന്നിട്ട് ഈ ആദ്യം പഠിച്ച ടോപ്പിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം.
എന്നിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായ ഒരു ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതുക. അങ്ങനെ നിങ്ങൾക്ക് ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ആ പേപ്പറിൽ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞു. എന്നാൽ കുറച്ച് എഴുതി ബാക്കി ഓർമ്മയില്ല എന്നെങ്കിൽ നിങ്ങളൊന്നും കൂടി അത് റിവൈസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. സോ റിവൈസ്. സോ ഗൈസ്, നമ്മുടെ ഈ വീഡിയോത്തെ ലാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പഠിക്കൽ. ഇത് ഞാൻ രാത്രി ഇരുന്ന് പഠിക്കാൻ തുടങ്ങും. പിന്നെ ഞാൻ ചിലപ്പോൾ പുലർച്ചെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഉറങ്ങുക. അത് ഞാൻ ഒരു കാര്യം, അതായത് ഞാനൊരു ടാർഗറ്റ് വെക്കും, എന്നിട്ട് അതുവരെ കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഉറങ്ങൂ. എന്നിട്ട് ഉറങ്ങിയ 2-3 മണിക്കൂർ ഉറങ്ങും. എന്നിട്ട് ഞാൻ എണീക്കും വീണ്ടും, എന്നിട്ട് പഠിക്കും, ഒരു എക്സാമിന് പോകും. അങ്ങനെ ചെയ്യാറ്. സോ ഗൈസ്, പിന്നെ ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, നേടാൻ പറ്റും. അത് സക്സസ് എന്നല്ല, നമുക്കത് നേടിയെടുക്കാമെന്ന് പറയാൻ പറ്റില്ലേ, അത് ഒരു വാശി, നമ്മളെക്കൊണ്ടത് പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ്, അതൊക്കെ തന്നെ മതി ഗൈസ്. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പം ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എങ്ങനത്തെ തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടത്, ഇതുപോലത്തെ വീഡിയോസ് തന്നെ മതിയോ, നിങ്ങളുടെ ഏതൊക്കെ എക്സാം കഴിഞ്ഞു, ഇനി ഏതൊക്കെ എക്സാമാണ് ഉള്ളത്, ഇനി ഇതുപോലത്തെ സ്റ്റഡി ടിപ്സ് വേണോ അതോ സ്മാർട്ട് ടിപ്സ് വേണോ, ഏത് ടിപ്സാണ് വേണ്ടത്, അങ്ങനെ എന്തൊക്കെയാണ് ഉള്ളത് വെച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തേക്കും. So thanks for watching this video. Tata, bye bye.